സെന്റ് പയസ് ചുണ്ടനിൽ അർജുൻ മട്ടന്നൂർ എത്തിയോ എന്ന് നോക്കണം. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ചുണ്ടൻ വള്ളത്തിനടുത്ത് എത്തിയോ? ഗുഡ് ഈവനിങ് സുജയ. ഇപ്പോൾ സെന്റ് പയസ് ടീമിന്റെ ക്യാമ്പിലാണ് ഞാനുള്ളത്. ശക്തമായ മഴയാണ് ആലപ്പുഴ എല്ലായിടത്തും പെയ്യുന്നത്. ഈ കാണുന്നതാണ് സെന്റ് പയസ് അംഗങ്ങളാണ്. ഇവരെല്ലാവരും തന്നെ ക്യാപ്റ്റനുണ്ട്, ലീഡിംഗ് ക്യാപ്റ്റൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ 11 വർഷമായി സജീവമായി തന്നെ നിൽക്കുകയാണ്. കാണാം, ഇവരുടെ ഒരു ആവേശം നമുക്ക് കാണാം. ഞങ്ങൾ ഇതാണ് സെന്റ് പയസ് ടീമാണ്. ഇത്തവണ 11ാമത്തെ വർഷമാണ്. 2014 ഈ ചുണ്ടൻ വള്ളം ആദ്യമായി നീറ്റിലേക്ക് ഇറങ്ങിയത്. 2015 ഫൈനലിലെത്തി. അതിനുശേഷം ഒരു തവണ ലൂസേഴ്സ് ഫൈനൽ വിജയിക്കുകയും ചെയ്തു. അത്തരത്തിൽ 2015 ഫൈനലിലേക്ക് എത്തിയ അതേ ടീം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഇറങ്ങുന്നത്. അതേ ലീഡിംഗ് ക്യാപ്റ്റനാണ് ഇത്തവണ ഉള്ളത്. നമുക്കപ്പം ക്യാപ്റ്റൻ കാവാലം സജിയുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണ, എങ്ങനെയാണ് പ്രതീക്ഷ? ഇത്തവണ കപ്പ് പിടിക്കുമല്ലേ? ഇത്തവണ ഫൈനലിൽ എത്തുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് എൻ്റെ ടീം ഇവിടെ നിൽക്കുന്നത്. ഈ പിള്ളേരുടെ ചുണ കണ്ടോ? നാളെ ഞങ്ങൾ ഫൈനൽ കളിച്ചിരിക്കും അല്ലേ വളരെ. ഇതാ ലീഡിംഗ് ക്യാപ്റ്റനാണ്, കുഞ്ഞുമോൻ ചേട്ടനാണ്. കുഞ്ഞുമോൻ ചേട്ടൻ നേതൃത്വത്തിലാണ് 2015 ഫൈനലിലെത്തിയത്. അതേ കുഞ്ഞുമോൻ ചേട്ടൻ ഇത്തവണ വീണ്ടും ഈ ക്ലബിനൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ പിടിക്കും. വീണ്ടും തനിയാവർത്തനം മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതായത് എല്ലാവരും ട്രോഫിക്ക് കളിക്കുന്നത്, ഞങ്ങളും ട്രോഫിക്ക് തന്നെയാണ് കളിക്കുന്നത്. ട്രോഫി തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യവും. നല്ല മഴയൊക്കെ ഉണ്ട്. മഴ ഇതിനു മുമ്പും പെയ്തിട്ടില്ലേ? ഇതൊരു പുതുമയല്ലോ കേരളത്തിൽ മഴ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. പ്രളയം വന്നാലും ഞങ്ങൾ കരുതുന്ന ആളായിരിക്കും. അങ്ങനെ നെഹ്റു ട്രോഫി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇത്തവണ ഇപ്പോൾ നമ്മൾ സെന്റ് പയസിന്റെ വള്ളം എങ്ങനെയാണ് ആ ക്ലബിന്റെ ഒരു ആവേശം എന്നതൊക്കെ കണ്ടു കഴിഞ്ഞു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ ഇതിങ്ങ് അടിച്ചെടുക്കുമോ എന്നതാണ് അറിയേണ്ടത്. ഇത്തവണത്തെ ലിസ്റ്റ് ഒന്ന് ഞാൻ നോക്കുമായിരുന്നു. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. പകുതിയിലധികം ചുണ്ടൻ വള്ളങ്ങളും ട്രാക്കിലെത്തിക്കുന്നത് കുട്ടനാട്ടിൽ നിന്നുള്ള ബോട്ട് ക്ലബ്ബുകളാണ്. ആ പേര് നോക്ക്. ഇപ്പോൾ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം, കൈനഗിരി UBCയുടെ തലവടി, കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം, കൈനഗിരി ടൗൺ ബോട്ട് ക്ലബിന്റെ ആനാരി, അങ്ങനെ കരുവാറ്റ, ഗാഗുൽത്ത, അങ്ങനെ എല്ലാവരും അണിനിരന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിശ്രമം, അതോടൊപ്പം തന്നെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കൽ, നല്ല ഭക്ഷണമൊക്കെ കഴിക്കൽ. അങ്ങനെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു ആവേശം അല്ലേ? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പള്ളാത്തുരുത്തിയുടെ ടീമിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. കാരണം ഇത്തവണ പള്ളാത്തുരുത്തി കളത്തിലേക്ക് ഇറങ്ങുന്നത്, കായലിലേക്ക് ഇറങ്ങുന്നത് 6ാമത് കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതായത് 2ാം ഹാട്രിക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മത്സരത്തിലാണ് ഇത്തവണ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ വിജയത്തിന്റെ മധുരം അത് ഇത്തവണ ഇരട്ടി വിജയമാക്കി, ഇരട്ടി മധുരമാക്കി മാറ്റുമെന്ന ആവേശം പള്ളാത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ വിജയക്കുതിപ്പ് നടത്തിയ ടീം തന്നെയാണ് ഇത്തവണ ഇറങ്ങുന്നത്. അതെ. ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീമിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരു 85% പഴയ തുഴച്ചിക്കാർ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുട്ടികളെ പുതിയതായിട്ടും എടുത്തിട്ടുണ്ട്. ഒരു 30ഓളം പിള്ളേർ പുതിയതായിട്ടും ഉണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ടീമാണ് ഇത്തവണ. നല്ല സ്ട്രോങ് ടീമാണ്. 99% മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് തുഴയുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. ഇത്തവണ പള്ളാത്തുരുത്തി കിരീട ജേതാക്കളായാൽ അത് ചരിത്ര നിമിഷം കൂടിയാണ് പള്ളാത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം. അത് ഇരട്ട ഹാട്രിക്കായി മാറും. അതെ. നെഹ്റു ട്രോഫിയുടെ 71 വർഷത്തെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു വള്ളം പോലും, ഒരു ക്ലബ്ബ് പോലും ഇതേപോലെ ഇങ്ങനെ എത്തിയിട്ടില്ല. തുടർച്ചയായിട്ടുള്ള 4 വിജയം എന്നുള്ള ഒരു ഇത് മാത്രം വന്നിട്ടുള്ളൂ. അത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബായിരുന്നു. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് കളിച്ചിരുന്നത് ഒരു വള്ളത്തിൽ തന്നെയായിരുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേടിയിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള 5 വിജയങ്ങളും 5 വ്യത്യസ്ത വള്ളങ്ങളിലാണ്. ഈ വർഷം 6ാമത്തെ വിജയത്തിനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു വള്ളമാണ്. അതായത് ഇത്തവണ ഇതുവരെ നേടിയ 5 കിരീടങ്ങളും വ്യത്യസ്തമായ വള്ളങ്ങളിലായിരുന്നെങ്കിൽ ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുന്നതും കായലിലേക്ക് ഇറങ്ങുന്നതും ഒരു പുതിയ വള്ളവുമായിട്ടാണ്. എന്തായാലും എത്രത്തോളം ഉണ്ട് ആവേശം?
ആവേശം നല്ല ആവേശം ഇത്തവണ നമ്മുടെ ടീം നല്ല സെറ്റ് ടീമാണ് ഇത്തവണ. ഒരു 45 ദിവസത്തോളം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയായിരുന്നു. 45 ദിവസം കൊണ്ട് നമ്മൾ നല്ല പ്രിപ്പറേഷനിലായിരുന്നു. അതുകൊണ്ട് പിള്ളേരെല്ലാം നല്ല ഫോമിലാണ്, കുഴപ്പമില്ല. ഇത്തവണ കപ്പ് നമ്മൾ 6ാമത്തെ ട്രോഫി അടിക്കുമെന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. ഇപ്പോൾ അപ്പുറത്തുനിന്ന് മറ്റു ടീമുകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സംസാരിക്കുകയാണ്. അവർ കപ്പടിക്കുമെന്ന് പറയുന്നു. എന്ത് പറയുന്നു പള്ളാത്തുരുത്തി കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ? പള്ളാത്തുരുത്തി വിജയ സാധ്യതകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉറച്ച കോൺഫിഡൻസ് ഇത്തവണ എല്ലാവർക്കും ഉണ്ടല്ലേ? തീർച്ചയായും ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമാണ്. ഒരു തരത്തിൽ ഒരു സമയത്ത് പോലും ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ എപ്പോഴത്തേക്കാൾ ഗംഭീരമായ ട്രെയിനിങ്ങാണ് ഈ വർഷം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിള്ളേർ പുലിക്കുട്ടികളായി മാറിയിരിക്കുകയാണ്. ഒരു തുടർച്ചക്കാരൻ്റെ ശരീരത്തിൽ നിന്ന് 4 കിലോ 5 കിലോ ബോഡി വെയിറ്റ് കുറഞ്ഞ് ഇവിടെ വന്നിരിപ്പില്ല. അത്രയും ആറ്റി ഉരുക്കിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഫലം നാളെ വൈകുന്നേരം 5 മണിക്ക് അവിടെ പറന്ന് നടക്കുന്ന മേപ്പാടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താ ഇപ്പോൾ ആവേശം ചെറുതായൊന്നും നനയോ ചോരുവോ? അല്ല, മഴ വള്ളംകളിക്ക് മഴയൊന്നും പ്രശ്നമല്ല. ഏത് ഇടിവെട്ടി തീമഴ പെയ്താലും PVC പള്ളാത്തുരുത്തി നാളെ വൈകിട്ട് 5 മണിക്ക് അവിടെ കപ്പ് കൊടുത്തിട്ട് പോകും. അതിനകത്ത് അതാ ഉറച്ച ആത്മവിശ്വാസമാണ്. ഉറച്ച ആത്മവിശ്വാസം, നാളെ തീ പാറിച്ചിരിക്കും. ഇടിവെട്ടി തീവ്ര പെയ്താലും നാളെ കപ്പുത ഇവിടെ കാണുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് പള്ളാത്തുരുത്തിയുടെ ക്യാമ്പിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ചരിത്രം കുറിക്കുമോ പള്ളാത്തുരുത്തി? നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഒരു സുവർണ്ണ കിരീടമണിയുമോ പള്ളാത്തുരുത്തി എന്ന് നാളെ നമുക്കറിയാൻ കഴിയും. അങ്ങനെയായാൽ ഇരട്ട ഹാട്രിക്കോടുകൂടി 6ാം തുടർച്ചയായ വിജയത്തോടുകൂടി രത്ന കിരീടമണിഞ്ഞ് ഇതാ ഈ ടീമിനൊപ്പം നമ്മൾ അപ്പോഴും കാണും. സുജയ, ഓക്കെ, അപ്പോൾ അവർക്കും എല്ലാ വിജയാശംസകളും. പള്ളാത്തുരുത്തി കിരീടം ചൂടട്ടെ. ഒപ്പം മറ്റ് എല്ലാ ടീമുകളും പുന്നമടയിൽ ഓളത്തിലേക്ക് ഇറങ്ങാൻ. മഴയൊക്കെ കുട്ടനാട്ടുകാർക്ക് ആലപ്പുഴക്കാർക്ക് പുത്തരിയല്ല. എത്ര മഴ പെയ്തു കഴിഞ്ഞാലും ആ മഴയെ മഴയിലും ആ ഓളങ്ങളെ കീറി മുറിച്ച് അവരിങ്ങനെ പായും. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകൾക്കായി പ്രേക്ഷകരും തയ്യാറായിക്കോളൂ.